ഹായ് ഹലോ ഫുട്ബോൾ ഫാൻസ്, ആർസണൽ ഫാൻസ്, വെൽക്കം ടു മല്ലു ടോക്സ് ആർസണൽ. മല്ലു ടോക്സ് ആർസണലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ മല്ലു ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു വലിയ എന്താ പറയാ, നമ്മളൊക്കെ കുറെ നാളായിട്ട് ആർസണൽ ഫാൻസിനെ സംബന്ധിച്ചൊരു ഇങ്ങനത്തെ ഒരു ഫിക്സ്ചർ കണ്ടിട്ട് ഏകദേശം ഒരുപാട് വർഷങ്ങളായി. അപ്പം മറ്റൊന്നുമല്ല, ഇന്നത്തെ ഫിക്സ്ചർ നമ്മുടെ UCL ക്വാർട്ടർ ഫൈനൽ ഫസ്റ്റ് ലെഗ് അഗെയിൻസ്റ്റ് ദ കിങ്സ് ഓഫ് യൂറോപ്പ് എന്ന് നമ്മൾ പറയുന്ന റയലിനെതിരെയാണ്, റയൽ മാഡ്രിഡ് അല്ലെ. അപ്പം ഈ ഒരു മാച്ചിന്റെ ഒരു ബിൽഡപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, എസ്പെഷ്യലി ഫ്രം എൻ ആർസണൽ പോയിന്റ് ഓഫ് വ്യൂ, ഇറ്റ്സ് എ ഹ്യൂജ് മാച്ച്. അഗൈൻ നമ്മുടെ ഈ സീസണിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ദിസ് ഇസ് വൺ ഓഫ് ദി ക്രൂഷ്യൽ മാച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലുക്ക് ഫോർവേഡ് ചെയ്യാമെന്നുള്ളത് ഈ ഒരു മാച്ചാണ്. യെസ്, അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ആർസണൽ വേഴ്സസ് റയൽ മാഡ്രിഡ് ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം മല്ലു ടോക്സ് ആർസണലിൽ നിന്ന് ദീപക് ബ്രോ ഉണ്ട്. വെൽക്കം ദീപക് ബ്രോ. യെസ്, അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഇന്ന് ലോസ് ബ്ലാങ്കോസ് കേരളയെ റെപ്രസെന്റ് ചെയ്ത് രണ്ടുപേര് വന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ അനീഷ് ബ്രോ ആണ്. വെൽക്കം അനീഷ് ബ്രോ. ആൻവി ബ്രോയും കൂടെ ജോയിൻ ചെയ്യും. ആൻവി ബ്രോ വന്നോ? യെസ്, ഹായ് ഹലോ ആൻവി ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. താങ്ക് യു. യെസ്, അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ജോയിനിങ് ദ സ്ട്രീം ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം ദ ബിഗ് ഫിക്സ്ചർ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ആർസണൽ പോയിന്റ് ഓഫ് വ്യൂ തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്, ദിസ് ഇസ് എ ബിഗ് എന്താ പറയാ, ഏറ്റവും വലിയൊരു ഫിക്സ്ചർ ആണെന്ന് വർഷങ്ങൾക്ക് ശേഷമാണ്. 2006 ലാസ്റ്റ് ഒരു സെമി ഫൈനലിലാണ് ലാസ്റ്റ് റിയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞ ജയൻസുമായിട്ട് ആർസണലില് ഏറ്റുമുട്ടിയത്. അതിനുശേഷം ഏകദേശം 19 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ക്വാർട്ടർ ഫൈനലില് മറ്റൊരു മത്സരമായിട്ട് വരുന്നത്. അപ്പം ഇതിനിടയിൽ ഓഫ് കോഴ്സ് റയൽ മാഡ്രിഡ് ഏകദേശം എനിക്ക് തോന്നുന്ന 5 or 6 കിരീടങ്ങൾ, അതിനിടെ UCL കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. അപ്പം റയലിനെ സംബന്ധിച്ച് ഒരു മറ്റൊരു അനദർ ഗെയിം ആയിരിക്കാം. ബട്ട് ഫ്രം an Arsenal point of view, it's a very big game. ബട്ട് എന്തായാലും ഞാൻ കൂടുതൽ ഇതിനെ കുറിച്ച് പറയുന്നില്ല. നമുക്ക് അനീസ് ബ്രോ തന്നെ തുടങ്ങാം. അനീസ് ബ്രോ, ഈ ഒരു പിക്ചറിലേക്ക് വരുമ്പോ എന്താണ് ബ്രോയുടെ എക്സ്പെക്ടേഷൻ? എന്തായിരിക്കും? ഈ ഒരു എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ, അതോ നോർമൽ ഗെയിം എന്നുള്ളത് മാത്രമേ ഉള്ളൂ? അല്ല, എനിക്ക് ഈ സീസണില് ഇനി അങ്ങോട്ട് ഇവര് ജാനുവരി കഴിഞ്ഞപ്പോ തന്നെ ഓൾമോസ്റ്റ് ഞാൻ ടെൻഷൻ എന്നുള്ള ഒരു ഫീലിങ്സ് വിട്ടു. കാരണം ഓൾമോസ്റ്റ് ഒരു നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ പലതും നേടാൻ പറ്റിയില്ലായിരുന്നു. കാരണം പല എക്സ്പെക്ട് ചെയ്ത പല മാച്ചുകളും പരാജയപ്പെട്ടു. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചില മാച്ചുകളിൽ വിജയിച്ചു. അപ്പം നമ്മളിപ്പോ ഒരു പ്രതീക്ഷയോട് നല്ല കളി കാണുന്നത്, ഐ മീൻ ഒരു റിസൾട്ട് എന്തായാലും പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഒരു കിരീടം അല്ലെങ്കിൽ ഇന്ന സംഭവം മുന്നിൽ കണ്ടിട്ടുള്ള ഒരു കളി എന്നുള്ള രീതിയിലൊന്നും ഇപ്പൊ മാച്ചിനെ ഫോളോ ചെയ്യുന്നില്ല. കാരണം വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പല മാച്ചുകളും. ഇപ്പൊ ജാനുവരി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ ലീഗിൽ 7 പോയിന്റോളം ലീഡ് ഉണ്ടായിരുന്നു. ഇപ്പോ ഞങ്ങൾ ഏകദേശം 4 പോയിന്റ് പുറകിലാണ്. അപ്പൊ ഏകദേശം 20 പോയിന്റ് കിട്ടുന്നിടത്ത് 5 or 6 പോയിന്റ് ഒക്കെയാണ് കളക്ട് ചെയ്തിട്ട് ബാഴ്സലോണയേക്കാൾ ഇപ്പൊ 4 പോയിന്റ് പുറകിലാണ്. അപ്പൊ അത് ഈ എസ്പാനിയോൾ പോലെ, അല്ലെങ്കിൽ ഇപ്പൊ വലൻസിയ പോലെ, ഒസാസുനെ പോലൊക്കെ ബോട്ടം ലെവലിൽ നിൽക്കുന്ന ടീമിനോട് പറയാൻ വളരെ മോശമായിട്ട് കളിച്ചിട്ടാണ് പോയിന്റ് മൊത്തം കളഞ്ഞത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കൊരു പ്രെഡിക്റ്റ് ആയിട്ടുള്ളൊരു ഒരു റിസൾട്ട് പലപ്പോഴും കിട്ടാറില്ല. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന റിസൾട്ട് കിട്ടാറില്ല. പക്ഷെ എന്നിരുന്നാലും ചാമ്പ്യൻസ് ലീഗ് ആയതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിന്റെ ഒരു ഓറ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. അപ്പോ അത് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോ ആഴ്സണലായിട്ടുള്ള മാച്ച് ആണെങ്കിലും ഇനിയിപ്പോ അത് മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ തുടർന്ന് അങ്ങോട്ടാണെങ്കിലും ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ട്. പക്ഷെ ഈ മാച്ചിലോട്ട് വരുന്ന സമയത്ത് ഇപ്പൊ ലൈനപ്പിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ ഫെർലാൻ മെൻഡി ആണെങ്കിലും ചൊമേനി സസ്പെൻഷൻ ആണ്, മെൻഡി ഇല്ല, സെബയോസ് ഇല്ല, അങ്ങനെ കുറച്ച് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ സ്റ്റാർട്ടിങ് തൊട്ടുള്ള ഇഞ്ചുറി പ്രശ്നങ്ങൾ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇപ്പോ കർവഹാളിന്റെയും മറ്റു മിലിറ്റാവിന്റെ ഒക്കെ പ്രശ്നങ്ങൾ. അപ്പൊ അതിപ്പോഴും ഈ സീസണിന്റെ തുടക്കം തൊട്ട് ഇതുവരെ റയൽ മാഡ്രിഡിനെ വിട്ടു പോയിട്ടില്ല. അത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. എമർജൻസി സൊല്യൂഷൻസ് എന്നുള്ള രീതിയിൽ ഫെഡെ വൽവർദനെ റൈറ്റ് ബാക്ക് കളിപ്പിച്ചും, അല്ലെങ്കിൽ കമവിംഗ, ചൊമേനി, സബയോസ് ഒക്കെ മാറി മിഡ്ഫീൽഡിൽ കളിച്ചിട്ടൊക്കെ പല സിറ്റുവേഷനിലും കവർ ചെയ്ത് പോകുന്നുണ്ടെങ്കിലും പല സിറ്റുവേഷനിലും നമുക്കത് തിരിച്ചടി ആവാറുണ്ട്. അപ്പൊ ഈ ആഴ്സണലിന്റെ ആയിട്ടുള്ള മാച്ച് ഈ പറഞ്ഞ പോലെ ഒരുപാട് നാളുകൾക്ക് ശേഷം വരുന്ന ഒരു മാച്ചാണ്. ആഴ്സണലായിട്ട് ഞാൻ പറഞ്ഞ 2006 ഒരു പ്രീ ക്വാർട്ടറിലാണ് തോന്നുന്നു ആഴ്സണലുമായിട്ട് ഒരു മാച്ച് വന്നത്. അന്ന് റയൽ മാഡ്രിഡിന്റെ ഒരു ഗാലറ്റിക്കോ ടീമായിരുന്നു. ഈവൻ സിദാനും ഫിഗോക്കുള്ള ടീമിനെതിരെ അന്ന് ആഴ്സണലിന് ഒരു ഗോളിന് ജയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന്
നേരത്തെ പറഞ്ഞല്ലോ എൻട്രിയുടെ ഒരു ഗോളിൽ ആഴ്സണൽ ജയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മാച്ചിലോട്ട് വരുന്ന സമയത്ത് അതൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ആഴ്സണൽ വെർസസ് മാഡ്രിഡ് ഒരു മാച്ച് കാണാൻ പറ്റുക എന്നുള്ളത്, ഞാൻ ഈ ചാമ്പ്യൻസ് ലീഗിന്റെ ആ ഒരു പ്രീ ക്വാർട്ടർ ലൈനപ്പ് ഫിക്ചർ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഴ്സണൽ വെർസസ് മാഡ്രിഡ് മാച്ച് കാണാൻ വേണ്ടി നല്ലൊരു താല്പര്യമുണ്ട്. അപ്പൊ അത് കാണാൻ പറ്റുന്നുള്ള ഒരു ഒരു ആകാംക്ഷ ഉണ്ട്. അതിനപ്പുറത്തേക്ക് മാഡ്രിഡ് റിസൾട്ട് വരുന്ന സമയത്ത് ആസ് എ മാഡ്രിഡ് ഫാൻ എന്നുള്ള രീതിയിലും ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഞാൻ മാഡ്രിഡിന് കൊടുക്കുന്നുണ്ട്. കാരണം ഒന്ന്, ചാമ്പ്യൻസ് ലീഗിൽ മാഡ്രിഡിന്റെ എക്സ്പീരിയൻസ്, ആഴ്സണലിന്റെ ഇൻഎക്സ്പീരിയൻസ്. ഇപ്പോ ആഴ്സണലിൽ ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് അടിച്ച ഒറ്റ പ്ലേയേഴ്സ് ഉണ്ടാവും തോന്നുന്നില്ല. ജീസസ് ഉണ്ട് തോന്നുന്നു. ജീസസ് ചാമ്പ്യൻസ് ലീഗ് സിറ്റി അടിച്ചപ്പോ സിറ്റിയിൽ അതെ ഔട്ട് ഓഫ് ആണ്. പക്ഷെ എന്നാലും സ്കോഡ് അതെ ബെഞ്ചിലെങ്കിലും ഞാൻ ഒരാളുടെ ഇത് പറഞ്ഞതാ. ഐ മീൻ മാഡ്രിഡിലാണെങ്കിൽ എംബാപ്പെ അല്ലാത്ത എല്ലാവരും ചാമ്പ്യൻസ് ലീഗ് അടിച്ച എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് ആണ്. പിന്നെ ചാമ്പ്യൻസ് ലീഗിലെ പല ക്രൂഷ്യൽ സിറ്റുവേഷനിലും ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മൊമെന്റ്സ് കവർ ചെയ്ത് പോയതാണ് മാഡ്രിഡ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ സെക്കൻഡ് ലെഗ് ബെർണബൂലാണ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് അത് തീർച്ചയായിട്ടും മാഡ്രിഡിന് ഉണ്ട്. കാരണം സെക്കൻഡ് ലെഗ് ഹോമിൽ കിട്ടുക എന്നുള്ളത് പൊതുവെ എല്ലാ ടീമിനും ഒരു അഡ്വാൻറ്റേജ് ആണ്. എസ്പെഷ്യലി മാഡ്രിഡിന് അതൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആവാറുണ്ട് പലപ്പോഴും. ബെർണബൂൽ ഒരു സെക്കൻഡ് ലെഗ് കിട്ടുക എന്നുള്ളത് ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉണ്ടാകും. പക്ഷെ മാഡ്രിഡിന്റെ സെറ്റ് പീസ് ഡിഫെൻഡിങ് വളരെ മോശമാണ്. ആഴ്സണലിനെ സംബന്ധിച്ച് സെറ്റ് പീസിൽ ഗോൾ അടിക്കുക എന്നുള്ളതാണ് അവരുടെ അഡ്വാൻറ്റേജ്, ഏറ്റവും വലിയ അവരുടെ മെയിൻ ഒരു ഫാക്ട് തന്നെ അതാണ്. അപ്പോ മാഡ്രിഡിനെ സംബന്ധിച്ച് അവർ സെറ്റ് പീസിൽ ഡിഫെൻഡ് ചെയ്യുന്നത് വളരെ മോശമാണ്. പിന്നെ ആഴ്സണലിന്റെ ഡിഫൻസ് മാഡ്രിഡിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി സോളിഡ് ആണ്, കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് ആണ്. മാഡ്രിഡിന്റെ ഡിഫൻസ് വളരെ മോശമാണ്. പക്ഷെ അറ്റാക്കിംഗ് വൈസ് വെച്ച് നോക്കുമ്പോൾ ആഴ്സണലിനേക്കാളും ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഞാൻ മാഡ്രിഡിന് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു 50-50 മാച്ച് ആണ്. എന്നാലും ചാമ്പ്യൻസ് ലീഗിന്റെയും അതുപോലെ ഈ സെക്കൻഡ് ലെഗിന്റെ ഒരു ഹോം അഡ്വാൻറ്റേജും വെച്ച് നോക്കുമ്പോൾ ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഞാൻ മാഡ്രിഡിന് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഹംബിൾനെസ് ഞാൻ സ്വീകരിക്കുന്നു. അറ്റാക്കിംഗ് ലൈനിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ജസ്റ്റ് ഒന്ന് സ്ലൈറ്റ്ലി അഡ്വാൻറ്റേജ് എന്നൊക്കെ പറഞ്ഞപ്പോ അല്ല ഞാന് അതെന്താന്ന് വെച്ചാൽ ബ്രോ മാഡ്രിഡിന്റെ ത്രൂ ഔട്ട് മാച്ച് ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ്. സംഭവം പേര് പറയുമ്പോ എംബാപ്പെ, ബെല്ലിംഗം, വിനീഷ്യസ്, റോഡ്രിഗോ എന്നൊക്കെ പറയുമ്പോ ഒരുപാട് വലിയ വലിയ പേരുകൾ ഉണ്ട്. പക്ഷെ പെർഫോമൻസ് എല്ലാ വീക്കിലും കാണുന്നതും അതിനെക്കുറിച്ച് റെഗുലർ ആയിട്ട് ഡിസ്കഷൻ ചെയ്യുന്നത് ആളുകളാണ്. അപ്പൊ നമുക്ക് അതിനെ നമുക്ക് നമ്മളെ വീക്ക് പോയിന്റ്സ് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഞാൻ ആ ഒരു പോയിന്റ് തന്നെ ആൻഡി ബ്രോയോട് വേണ്ടി ചോദിക്കാം. ലൈക്ക് ഇപ്പൊ നമുക്ക് റയൽ മാഡ്രിഡിന്റെ ഒരു ഹെറിറ്റേജ് അറിയാം. ഇപ്പൊ ബ്രോ നിങ്ങളിപ്പോ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ വീക്കായിട്ട് കാണുന്ന, പക്ഷെ നിങ്ങൾ എല്ലാ വർഷവും കാണുന്ന ഒരു സംഭവമാണ് മാഡ്രിഡിന്റെ ഈ ഒരു മാജിക് ഇൻ UCL. നിങ്ങൾ എത്ര മോശമായിട്ട് നിങ്ങൾ മറ്റേത് മാച്ച് കളിച്ചാലും ഏത് ട്രോഫി എന്ത് കളിച്ചാലും, ബട്ട് UCL വരുമ്പം നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഒരു മാജിക് തന്നെ ഉണ്ട്. ആ മാജിക് തന്നെ ഈ പ്രാവശ്യവും നിങ്ങൾക്ക് നിങ്ങളെ ഫേവർ ചെയ്ത് കിട്ടും എന്ന് ബ്രോയ്ക്ക് തോന്നുന്നു? ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഞാനും അനീസ് ബ്രോ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ഐ മീൻ ഇപ്പൊ ഓരോ ഇൻഡിവിജ്വൽ മാച്ചിന്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് രണ്ട് ലെഗിലും പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഞാനൊരു അഡ്വാൻറ്റേജ് റയൽ മാഡ്രിഡിന് കാണുന്നുണ്ട്. അപ്പൊ അത് ഗെയിമാണ്, എന്ത് സംഭവിക്കാം. പക്ഷെ സ്റ്റിൽ അതിന് ബേസിക്കലി അതാണ് ആഴ്സണലിൽ ഇപ്പോൾ കുറച്ചായിട്ട് ഒരു ബിഗ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇൻഎക്സ്പീരിയൻസ് ഉണ്ട്. ലാസ്റ്റ് ടൈം നമ്മൾ ബയണിനെതിരെ കണ്ടാണ്, ഫസ്റ്റ് ലെഗ് ജയിച്ചതല്ലേ കളി, എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അന്ന് ലാസ്റ്റ് ടൈം ബയണിനെതിരെ UCL അവര് എന്താ വെച്ചാൽ ഒരു മെന്റാലിറ്റി നല്ലോണം നമുക്ക് കാണാൻ ഇതുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഭയങ്കര ഒരു വേസ്റ്റ് ഫോമിലൂടെയാണ് ഇപ്പൊ റീസെന്റ് പോകുന്നത്. ബട്ട് സ്റ്റിൽ UCLലേക്ക് വരുമ്പോ നമ്മൾ ഓൾറെഡി കളിച്ചത് അത്ലറ്റിക്കോ മാഡ്രിഡ് കളിച്ചു ഒരു ഡെർബി, അതിന്റെ മുന്നേ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് കളിച്ചു. സിറ്റി ഒരു വേസ്റ്റ് ഫോമിലൂടെയാണ് പോകുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ ഓൾറെഡി ബിഗ് ടെസ്റ്റുകൾ ഈ ഒരു സ്റ്റേജിൽ കടന്നിട്ടാണ് ആഴ്സണലുമായിട്ട് കളിക്കാൻ വരുന്നത്. അതുകൊണ്ട് ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ എന്താ പറയാ, റയൽ മാഡ്രിഡ് ആണ് ഫാർ അഹെഡ്. പക്ഷെ ഒരു സിസ്റ്റമായിട്ട് ഇത് കളിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. പിന്നെ നമ്മൾ രണ്ടും റീസെന്റ് നോക്കുകയാണെങ്കിൽ ഭയങ്കര വേസ്റ്റ് ആയിട്ട് ഒരു ഫോം അല്ലെങ്കിൽ ഒരു റിതം കണ്ടെത്താൻ കഷ്ടപ്പെടുന്ന ടീമാണ്. ഇപ്പൊ നിങ്ങളുടെ ബാക്ക് ലൈൻ കംപ്ലീറ്റ് ഇഞ്ചുറീസ് ആണ്. ഇപ്പൊ 4 പ്ലേയേഴ്സ് എങ്ങാണ്ട് കീ പ്ലേയേഴ്സ് അവൈലബിൾ അല്ല എന്നുള്ളത് കണ്ടു. ടിംബർ, ബെൻ വൈറ്റ്, പിന്നെ കലഫ്യോറി, ഗബ്രിയൽ, ഈ 4 പ്ലേയേഴ്സും ഇല്ല എന്നുള്ളതാണ് ന്യൂസ് കണ്ടത്. ഞാൻ 2 ദിവസം മുന്നേ കണ്ടത്. അപ്പോൾ നിങ്ങൾക്കും ഡിഫൻസ് ലൈനിൽ ഒരു ഇഷ്യൂ ഉണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഡിഫൻസ് എങ്ങനെയൊക്കെ സോൾഡ് ആക്കി എല്ലാ കളികളിലും വരാറുണ്ടെങ്കിലും ഇപ്പോ എന്താ പറയാ, 2 വേസ്റ്റ് ഫോം കൂടെ പോകുന്ന ടീമിൽ ഞങ്ങൾ ഈ ഒരു UCL ഹെറിറ്റേജ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് കാണുന്നു. ബട്ട് ബാക്കി നമുക്കൊരു ഗെയിമാണ്. സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഞാനും റയൽ മാഡ്രിഡിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഗെയിമിലേക്ക് വരുമ്പോൾ. യെസ്, ഡെഫിനറ്റ്ലി റയലിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു ഹെറിറ്റേജ് എന്ന് പറഞ്ഞ സംഭവം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടീമിന് എപ്പോഴും ഒരു പ്രഷർ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് റയലിനെ ഫേസ് ചെയ്യുമ്പം.
എസ്പെഷ്യലി സെക്കൻഡ് ലെഗ് എന്ന് പറയുന്നത് സാന്റിയാഗോ ബെർണബോയിലും കൂടെ ആകുമ്പോൾ അതിൻ്റെതായ ഒരു പ്രഷർ ഉണ്ടാവും. ദീപക് ബ്രോയിലോട്ട് വരാം. ആർസണലിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു വെപ്പൺ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻസ് ആയിരുന്നു. അപ്പൊ ആ ഡിഫൻസിൽ ഒരു മേജർ കണ്ണിയാണ് നമുക്ക് നഷ്ടമായത് ഗബ്രിയൽ മാഗ്ലസിന്റെ ഇഞ്ചറി എന്ന് പറയുന്നത്. നമുക്ക് വലിയൊരു ക്ഷീണം തന്നെയായിരിക്കും. എന്താണ് ബ്രോഡ് ഒരു ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ അസസ് ചെയ്യുന്നു ഈ വരുന്ന ഒരു ഫസ്റ്റ് ലെഗ്? അല്ല, ബേസിക്കലി ഫസ്റ്റ് ലെഗിനെക്കാട്ടും ഈ ക്വാർട്ടർ ഫൈനൽ ആർസണൽ വേഴ്സസ് റയൽ മാഡ്രിഡ് എന്ന് പറയുമ്പോൾ തന്നെ വിത്ത് ഈ പഴയ ഹിസ്റ്ററി ഇല്ലേ, റയൽ മാഡ്രിഡിന്റെ റീസെന്റ് ഫോംസ് ഇൻ ചാമ്പ്യൻസ് ലീഗ് വെച്ച് നോക്കുമ്പോൾ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഓൾറെഡി അവർക്ക് വന്നു. അത് ഞാൻ ആർസണലിനെ താഴ്ത്തിപ്പെടുന്നില്ല, കാരണം ആർസണൽ ഇൻഎക്സ്പീരിയൻസ് കൂടുതലാണ്. സോ ഇമോഷൻ കൂട്ടി കളിക്കുന്നു. നമ്മൾ പണ്ട് പല പ്രാവശ്യവും കഴിഞ്ഞ സീസണാണ് ഈ സീസണിലാണ് ചില കളികളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇമോഷനാണ് ആർസണൽ പ്ലേയേഴ്സിന് കൂടുതൽ. ആ ഗെയിം സിറ്റുവേഷൻ നോക്കുന്നില്ല, ഇമോഷണലി നമ്മൾ ക്വാർട്ടർ ഫൈനൽ കളിക്കുക, റയൽ മാഡ്രിഡ് ആയിട്ട് കളിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന ബയേൺ കളിക്കുക എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇമോഷനും ഭയങ്കരമായിട്ട് കണക്ട് ആയിട്ട് ഗെയിം സിറ്റുവേഷനോ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു സിറ്റുവേഷൻ ഇല്ലാണ്ട് കളിച്ച കുറച്ച് കളികളുണ്ട്. ബട്ട് എന്താണ് പ്രഷർ, എന്താണ് എവിടെ കളിക്കണം, എങ്ങനത്തെ രീതിയിൽ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു വേ മച്ച് ബെറ്റർ എക്സ്പീരിയൻസ് റയലിനുണ്ട്. അതാണ് മേജർ ഇവിടുത്തെ ഗെയിമിലെ ഡിഫറൻസ് തന്നെ. സോ ഇപ്പൊ ലെറ്റ്സ് സേ ഇപ്പൊ ആർസണൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ പറയാം. ആർസണൽ ഫസ്റ്റ് ലെഗിൽ റയലിനെ 2-0 ഫ്രണ്ടിൽ ഗോൾ അടിച്ച് നിൽക്കുകയെന്ന് വെച്ചു. ഫസ്റ്റ് ലെഗ് അഡ്വാൻറ്റേജ് ആണല്ലോ. ആർസണൽ നോ മീൻസ് ഹാവിങ് ആൻ അഡ്വാൻറ്റേജ് ഇൻ ദ സെക്കൻഡ് ലെഗ്. ആർസണൽ സെക്കൻഡ് ലെഗിൽ അഡ്വാൻറ്റേജ് ഇല്ല, ബിക്കോസ് റയൽ തിരിച്ചു വരും എന്ന് റയലിന് പ്ലേയേഴ്സിനും കോൺഫിഡൻസ് ഉണ്ടാവും, ഫാൻസിനും കോൺഫിഡൻസ് ഉണ്ടാവും, ആർസണൽ ആ ടെൻഷനും ഉണ്ടാവും, അവരുടെ ഹോമിലാണ്. അതേ സമയത്ത് ഇത് ഇപ്പം ആർസണൽ റയലിന്റെ അവിടെ പോയാണ് കളിച്ചതെന്ന് വെച്ചിട്ട് റയൽ അവിടെ 2-0 തിരിച്ച് എമിറേറ്റ്സിൽ വന്ന് ആർസണൽ ഇത്രയും റയൽ കാണിക്കുന്ന കോൺഫിഡൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇൻഎക്സ്പീരിയൻസ്. അത് രണ്ടും ഉണ്ട്. അതാണ് മേജർ ഡിഫറൻസ് ഇവിടെ അപ്പം വരുമ്പം. പിന്നെ പ്ലസ് ഗബ്രിയേൽ ഇല്ല എന്ന് പറയുക, ഗബ്രിയേൽ സത്യം പറഞ്ഞാൽ ഹാർട്ട് ഓഫ് ദ ടീം എന്ന് പറയാം. കാരണം ആ പാഷൻ, ആ ടീമിനോടുള്ള ഒരു ഇതും കമ്മിറ്റ്മെന്റും ഒക്കെ കാണിക്കുന്നത്. ഇപ്പൊ ഈവൻ ദോ സലീബ ഗബ്രിയേൽ പാർട്ട്ണർഷിപ്പിൽ സലീബയ്ക്ക് പ്രൈസ് കിട്ടുമെങ്കിലും ഒരു അണ്ടർ റേറ്റഡ് അല്ലെങ്കിൽ അണ്ടർ റേറ്റഡ് ലയൻ എന്ന് പറയില്ല ഗബ്രിയേൽ. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്ലെയറാണ്. കിട്ടുന്ന പ്രൈസ് ചില സമയത്ത് കിട്ടാറില്ല, ബട്ട് ഹീ ഈസ് ദ കോർ ആ ടീമിന്റെ. അത് പോയപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഡൗൺഫോൾ ആണ് ഈ പ്രാവശ്യത്തെ അവസ്ഥയിൽ. കാരണം ഈ സീസൺ ഫസ്റ്റ് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ആർസണൽ ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡ് വെച്ച് ഒരു ഗെയിം ഇതുവരായിട്ടും കളിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഈ സീസണിൽ ഒരു ഗെയിം പോലും ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡിൽ ഞാൻ കളിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കാരണം ഐദർ സാക്ക അല്ലെങ്കിൽ ഒഡേഗാർഡ് പോയി ഇങ്ങനെ മാറി പ്ലേയേഴ്സ് ഇഞ്ചറി വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡിഫറെന്റ് പിക്ചർ. അപ്പൊ ഫുൾ സ്ക്വാഡ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം സാക്ക വന്നു എന്നൊരു ആശ്വാസം വരുമ്പം ഗബ്രിയേൽ അവിടെ ഡൗൺ ആയി, ഗബ്രിയേൽ ഇല്ല. അപ്പൊ ഡിഫെൻസീവ്ലി നമ്മളിപ്പോ കിവിയോറിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ ഒക്കെ കളിക്കുമ്പോൾ കിവിയോർ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഫോർ ഷുവർ ഡബിൾ അഡ്വാൻറ്റേജ് ഫോർ റയൽ എന്ന് പറഞ്ഞാൽ കിവിയോറിനൊന്നും ആ പേസ് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിൽ. ബട്ട് ഡിഫെൻസീവ്ലി ആർസണൽ ഇപ്പം മേ ബി ബെൻ വൈറ്റിനെ ഇട്ടിട്ട് ഒരു ടാക്ടിക്കൽ ട്വിച്ച് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ, ഇവരുടെ കൗണ്ടർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗെയിം ഒന്ന് സ്ലോ ആക്കിയിട്ട് നമ്മുടെ കൺട്രോൾ ആക്കി കഴിഞ്ഞാൽ മേ ബി എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ്. ബട്ട് ഫോർ ഷുവർ ഇഫ് ആർസണൽ ഹാസ് ടു ഡു എനിത്തിങ് ഇറ്റ് ഹാസ് ടു ബി ഡൺ ഇൻ ദ എമിറേറ്റ്സ് സ്റ്റേഡിയം ഫസ്റ്റ്. ഇവിടെ തുടങ്ങണം. ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം വിച്ച് സ്കോർ വിൽ യു മോർ ബി ഹാപ്പി വിത്ത്? അതായത് ഒരു 2-2 ഡ്രോ ആയിരിക്കോ അതോ ഒരു 2-0 വിക്ടറി ആയിരിക്കോ? ഇറ്റ്സ് എ സില്ലി ക്വസ്റ്റ്യൻ, പക്ഷെ ഞാൻ ചോദിക്കുന്നതിന്റെ ഒരു ഇത് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. 2-0 വിക്ടറി വന്നു കഴിഞ്ഞാൽ പോലും ആ 2-2 സത്യം പറഞ്ഞ അഡ്വാൻറ്റേജ് ഫോർ റയലാണ്, ആർസണൽ അല്ല. കാരണം 2-0 ആണെങ്കിൽ അഡ്വാൻറ്റേജ് അല്ല, ഒരു സേഫ്റ്റി കുറച്ചുണ്ട്. ലൈക്ക് 2 എണ്ണവന്മാർ അവിടെ പോയി അടിച്ചിട്ട് ഒരെണ്ണം കൂടെ അടിക്കണമല്ലോ എന്നുള്ള, അതുവരെ ഡിഫെൻസീവിൽ എന്തെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ എന്നൊരു മാത്രമേ ചിന്തയുള്ളൂ. അഡ്വാൻറ്റേജ് അല്ല. മീൻസ് ഇത് പേഴ്സണലി റയലിന്റെ ആ ഒരു സിറ്റുവേഷൻ, കാരണം റയൽ സിറ്റി ആയിട്ടുള്ള കളിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്.
അതാണ് കാരണം മെന്റാലിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം മേ ബി വാട്ട് ഇഫ് ഈ ഒരു ഡ്രോ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണെങ്കിൽ മേ ബി റയൽ പ്ലേയേഴ്സ് കുറച്ചുകൂടെ ഓക്കെ കാമൻ ഇതായിട്ട് നിൽക്കുവാണെങ്കിൽ മേ ബി വി കൻ ഡു എ പെനാൽറ്റി ഷൂട്ട് ഓർ സംതിങ്, അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളതായിരുന്നു. എനിവേ അതൊരു ചുമ്മാ ഒരു സില്ലി ക്വസ്റ്റൻ ആയിട്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അനീസ്ബിയോട് വരാം. നമുക്കറിയാം രണ്ട് മാനേജേഴ്സ് ആണ്, രണ്ട് ലെവലിൽ നിൽക്കുന്ന രണ്ട് മാനേജേഴ്സ് ആണ്. വൺ ഈസ് എന്താ പറയാ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് മിക്കൽ ആർട്ടറ്റ. obviously Carlo Ancelotti is a legendary man. അതോടൊപ്പം തന്നെ ഒരു പ്രോഡിജി എന്നുള്ള രീതിയിൽ ആർട്ടറ്റ കയറി വരുന്ന ഒരു ടൈമാണിത്. അപ്പം നമുക്കറിയാം ഈ ആൻചെലോട്ടിയെ സംബന്ധിച്ച് നമ്മളെപ്പോഴും അല്ലെങ്കിൽ നമ്മൾ തമാശക്കൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് ടാക്ടിക്സ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു പിരിവൊക്കെ ഒന്ന് പൊക്കി കഴിയുമ്പോഴത്തേക്കും വേറൊരു മോഡിലോട്ട് ടീം മാറും എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ രണ്ട് ടീമുകളും ഈ രണ്ട് മാനേജേഴ്സ് നോക്കുകയാണെങ്കിൽ ആർട്ടറ്റ വളരെ മൈക്രോ മാനേജ് ചെയ്യുന്ന ഒരു മാനേജറാണ്. ഭയങ്കരമായിട്ട് ടീമിനെ ഓരോ പ്ലേയേഴ്സ് എവിടെ പൊസിഷൻ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ടൈപ്പ് ഓഫ് മാനേജറാണ്. അപ്പൊ ഇങ്ങനത്തെ രണ്ട് ടാക്ടിക്കൽ ബാറ്റിൽ വെച്ച് നോക്കുവാണെങ്കിൽ എന്തായിരിക്കും, എവിടെ ആർക്കായിരിക്കും ഒരു കൂടുതൽ അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ ബ്രോക്ക് തോന്നുന്നു? അല്ല, ആഞ്ചലോട്ടിന്റെ ടാക്ടിക്സ് എന്താന്നുള്ളത് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇത്രയും നാളായിട്ടും അറിയില്ല. ആക്ച്വലി ഞാനൊരു മാഡ്രിഡ് തൊട്ടല്ല മിലാൻ തൊട്ട് ആഞ്ചലോട്ടിയുടെ കളി ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പം ആഞ്ചലോട്ടിക്ക് അങ്ങനെ പുള്ളി എല്ലാവരും പറയാറുണ്ട് പുള്ളിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടാക്ടിക്സ് ഒന്നുമില്ല. പുള്ളി ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്ലേയേഴ്സിന്റെ ആ ഒരു റിലേഷനിസം കൊണ്ടുപോയിട്ട് അത് ഗ്രൗണ്ടിൽ എങ്ങനെയാണോ ഡെലിവർ ചെയ്യാൻ പറ്റുക എന്ന് നോക്കുന്ന തരത്തിലുള്ള ഒരു മാനേജർ ആണ് എന്നുള്ള രീതിയിൽ ഒരു പരിധി വരെ അത് ശരിയാണ്. ആക്ച്വലി പുള്ളി ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പ്ലേയേഴ്സിന് എനിക്ക് തോന്നുന്നു പുള്ളി ഡ്രസ്സിംഗ് റൂമിൽ പറയും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേ എന്നിട്ട് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ഇറക്കി വിടും. ഫസ്റ്റ് ഹാഫ് നോക്കും, നല്ല റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകും. പൊതുവെ ഫസ്റ്റ് ഹാഫിൽ റയൽ നന്നായിട്ട് കളിച്ച സെക്കൻഡ് ഹാഫിൽ വളരെ മോശമായിട്ടാണ് ആഞ്ചലോട്ടിന്റെ അണ്ടറിൽ പൊതുവെ കളിക്കാറ്. അതല്ല ഫസ്റ്റ് ഹാഫിൽ ഒരു 1-2 ഗോളിന് പുറകെ പോയാൽ 46th മിനിറ്റ് തൊട്ട് വേറൊരു രീതിയിൽ മാഡ്രിഡ് പെർഫോം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ അത് വർക്കൗട്ട് ആവാറില്ലെങ്കിലും ഒട്ടുമിക്ക സമയത്ത് ഇപ്പൊ വർക്കൗട്ട് ആവുന്നത് കാണാറുണ്ട്. അപ്പോ പുള്ളിയുടെ ആ ഒരു പ്ലേയേഴ്സിനോടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് വരുന്നതാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇൻ ഗെയിം മാനേജ്മെന്റ് ഒരു 80-70% ഇൻ ഗെയിം മാനേജ്മെന്റ് അത്യാവശ്യം നന്നായിട്ട് പുള്ളി ചെയ്യാറുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ റീസെന്റ് കുറച്ച് മോശമാണെങ്കിലും പൊതുവെ പുള്ളിയുടെ ആ കാര്യത്തിൽ അടിപൊളിയാണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് പുറകിൽ നിൽക്കുന്ന സമയത്ത് 1-2 ഗോളിന് പുറകിൽ നിൽക്കുന്ന സമയത്ത് പുള്ളി വരുത്തുന്ന ചില തീരുമാനങ്ങളൊക്കെ അത്യാവശ്യം നന്നായി വരാറുണ്ട്. പൊതുവെ ചാമ്പ്യൻസ് ലീഗിൽ കേട്ടോ, നോക്കൌട്ട് ഗെയിംസിലാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ലീഗിൽ പുള്ളിയുടെ ഈ ഒരു സിസ്റ്റം വളരെ മോശമാണെന്നുള്ളത് തന്നെയാണ്. കാരണം പുള്ളിയുടെ ലീഗിലെ റെക്കോർഡ് എടുത്ത് നോക്കിയാലും അറിയാം. കാരണം റയലിൽ മാത്രമല്ല ഈ പുള്ളിയുടെ കരിയറിൽ തന്നെ ലീഗ് റെക്കോർഡ് വളരെ മോശമാണ്. ചാമ്പ്യൻസ് ലീഗ് പ്ലസ് നോക്കൌട്ട് ഗെയിംസിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ആഞ്ചലോട്ടി ഒരു പ്രത്യേക തരം ടാക്ടിക്സ് ഇല്ലെങ്കിലും പ്ലേയേഴ്സിന്റെ കയ്യിൽ നിന്നും അതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്ലേയേഴ്സിന്റെ കയ്യിൽ നിന്നും അവരുടെ 100% ഒരു മൊമെന്റ്സിൽ പുള്ളിക്ക് എടുക്കാനുള്ള ഒരു സ്കില്ലുണ്ട്. അത് ആ ഒരു സംഭവം കൊണ്ടാണ് പല മാച്ചും പല നിർണായകമുള്ള മാച്ചുകളിലും റയൽ രക്ഷപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ റയൽ തിരിച്ചു വന്നിട്ടുള്ളത്. അത് കിരീടങ്ങളുടെ രൂപത്തിൽ പുള്ളിക്ക് പ്ലേയേഴ്സ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ റീസെന്റ് ആഞ്ചലോട്ടിയുടെ അണ്ടറിൽ റയലിന്റെ ഈ ഒരു കിരീടങ്ങളൊക്കെ അധികം കിട്ടുക. അല്ലാതെ പുള്ളി ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ടാക്ടീഷ്യൻ ആണെന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് പണ്ട് തൊട്ടേ ഇല്ല. അപ്പൊ ആർട്ടറ്റയുടെ കേസിൽ നോക്കുന്ന സമയത്ത് ആർട്ടറ്റ ഒരു പറയാ പെപ് ഗാർഡിയോളന്റെ ശിഷ്യനാണ്. ആ ഒരു വളരെ ലോ ലെവലിൽ നിന്നിരുന്ന ആഴ്സണലിനെ ഈ ഒരു പൊക്കിക്കൊണ്ടുവന്നു. കിരീടങ്ങൾ കൂടുതൽ നേടാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു കോമ്പറ്റീറ്റർ ആക്കിയിട്ട് മാറ്റിയത് ആർട്ടറ്റയാണെന്നാണ് ഞാൻ പറയാം. കാരണം സിറ്റി ആയിട്ടൊക്കെ ഇപ്പൊ റീസെന്റ് എല്ലാ കൊല്ലവും ഈ സീസണിൽ സിറ്റി ഡൗൺ ആയപ്പോ പൊതുവെ ആഴ്സണലും ഡൗൺ ആയി. അല്ല എന്നുണ്ടെങ്കിൽ സിറ്റി ആയിട്ട് ടൈറ്റിൽ കോമ്പറ്റീറ്ററിൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിരുന്നു. അത് ടൈറ്റിൽ അടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പല സിറ്റുവേഷനിലും ഇപ്പൊ കഴിഞ്ഞ സീസണിൽ അതിന് മുന്നത്തെ സീസണിലൊക്കെ 30 റൗണ്ട് കഴിഞ്ഞപ്പോൾ വരെ ആഴ്സണൽ കിരീടം അടിക്കും എന്നുള്ള ഒരു ലെവലിലെത്തി. അവസാനം പോയി ബോട്ടിൽ ചെയ്തു. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു അല്ലെങ്കിൽ ഒരു മിഡ് ടേബിൾ ടീം അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിന് വരെ ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലിൽ നിന്നും ആഴ്സണലിനെ ഒരു ടോപ്പ് 4 ടീമിലോട്ടെങ്കിലും എത്തിച്ചത് ആർട്ടറ്റയാണ്. അത് കിരീടത്തിലോട്ട് എത്തിക്കാൻ പുള്ളിക്ക് സാധിച്ചിട്ടില്ലെങ്കിലും. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ആർട്ടറ്റ ഒരു ആഞ്ചലോട്ടിയെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ടാക്ടീഷ്യൻ ആണ്. പക്ഷെ ആഞ്ചലോട്ടി പറയുന്ന രീതിയിൽ പ്ലേയേഴ്സിനായിട്ടുള്ള ഒരു റിലേഷനിസം വെച്ചിട്ട് ഈവൻ
ടെക്നിക്കൽ ആയിട്ട് ഉള്ള കോച്ചുമാരെ വരെ പുള്ളി ഔട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ടുപേരും ഒരു ഡിഫറെന്റ് വേയിൽ പോകുന്ന മാനേജേഴ്സ് ആണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യുമ്പോ ഇങ്ങനത്തെ ഈ ഒരു ഇതുപോലത്തെ മാച്ച് വരുമ്പോഴാണ് നമുക്ക് ഇനി അറിയാൻ പറ്റും ആർട്ടറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും. ക്യാൻ ഹി ഡു ആൻ ഇമ്പോസിബിൾ ടാസ്ക് ഓൺ ആൻസലോട്ടി? അത് അദ്ദേഹത്തിന് സാധിക്കില്ല എന്നുള്ളതാണ് നമ്മള് ഈ ക്വാർട്ടർ ഫൈനലില് കാണാനിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് മേജറായിട്ട് അതിൽ കവർ ചെയ്യാനുള്ള പോയിന്റ്സ് എന്ന് പറയാൻ ഒരു കാര്യം ഞാൻ പറയാം. ആൻസലോട്ടിയുടെയും ആർട്ടറ്റയുടെയും വ്യത്യാസം എന്തെന്ന് കഴിഞ്ഞാൽ, ആർട്ടറ്റ എപ്പോഴും ആ കളിക്കുന്ന 11 പേരിലില്ലേ, അവരുടെ എല്ലാവരുടെയും ഒരേ ടൈപ്പ് രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആൻസലോട്ടി ഇൻ കേസ് ഒരു സ്പാർക്ക് ഫ്രം 1 or 2 പ്ലേയേഴ്സ് മതി ആൻസലോട്ടിക്ക് ആ സിറ്റുവേഷനിൽ ആ ഗെയിം ചേഞ്ച് ചെയ്യാൻ. പക്ഷെ അങ്ങനെ ഗെയിം ചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്ലേയേഴ്സ് ആർസണൽ ഇല്ലതാനും ആർട്ടറ്റ അങ്ങനെയല്ല എക്സ്പെക്ട് ചെയ്യുന്ന ടീമിന്റെ. എല്ലാവരും ഒരേപോലെ പെർഫോം ചെയ്യണമെന്നുള്ളത് ആൻസലോട്ടിക്ക് അങ്ങനെ ഇല്ല. ഐദർ വിനീഷ്യസ് ഒരു ദിവസം സ്പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്ത് എംബാപ്പെ ഫോമിലല്ലായിരിക്കും, പക്ഷെ എംബാപ്പെ ഒരു ഗെയിമിൽ ഒരു ഇമ്പാക്ട് കൊടുക്കുമ്പോഴത്തേക്കും മേ ബി വേറൊരാൾ ഡൗൺ ആണ്, പക്ഷെ അത് ബാലൻസ് ആയി പോകും ടീമിൽ. ആരെങ്കിലും ഒരാൾ അവരുടെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോ എസ്പെഷ്യലി ഇൻ ചാമ്പ്യൻസ് ലീഗ് പല സിറ്റുവേഷനിലും ഓരോ പ്ലേയേഴ്സ് അവർക്ക് വേണ്ടി സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ആർസണലിന് സ്റ്റെപ്പ് അപ്പ് ആയി ട്രോഫി ലെസ് ആയിട്ട് നിൽക്കാനുള്ള കാരണവും ആൻസലോട്ടിക്ക് ഇവിടെ ഇടയ്ക്ക് ട്രോഫീസ് കിട്ടാനുള്ളൊരു ഇവർ തമ്മിലെ കോച്ചസിൽ മേജർലി ഡിഫറൻസ് വരുന്ന ഈ കേസിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കളിക്കാനുള്ള പ്ലേയേഴ്സ് ഇതുവരായിട്ട് ആർസണലിന് വന്നിട്ടില്ല. അങ്ങനെ എക്സാക്ട്ലി ഡെഫിനറ്റ്ലി ആ പോയിന്റിനോട് ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു എക്സ് ഫാക്ടർ പ്ലേയേഴ്സ് റയലിനുള്ള ഒരു സ്റ്റാക്ക് ഓഫ് എക്സ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് അങ്ങനെ ഒരു പറയാനായിട്ട് മേ ബി ഒരു നിയർലി സാക്ക മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു മൊമെന്റ്. ആക്ച്വലി ഒഡെഗാർഡ് നമ്മൾ അങ്ങനെ ഒരു പ്ലെയർ തന്നെ ആയിരുന്നു, നമ്മൾ പ്രതീക്ഷിച്ച ഒരു പ്ലെയർ തന്നെയായിരുന്നു. ബട്ട് ഫോർ സം റീസൺ ഈ സീസൺ വളരെയധികം മോശം പെർഫോമൻസിലാണ് ഒഡെഗാർഡ് പോകുന്നത്. ഞാൻ ആൻവിലോട്ട് കൂടെ ലാസ്റ്റ് കാര്യം വരാം. അതായത് ബേസിക്കലി ഒഡെഗാർഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. സോ ഒഡെഗാർഡ് എന്ന് പറഞ്ഞ പ്ലെയർ പഴയ റയലിന്റെ ഒരു ഫ്യൂച്ചർ സ്റ്റാർ എന്ന് പറഞ്ഞിരുന്നൊരു സ്റ്റാറാണ്. തിരിച്ച് അതായത് റയലുമായിട്ടൊരു മാച്ച് ആയിരുന്നു. എന്താണ് വാട്ട് ഈസ് യുവർ ഫീലിങ്സ് ആ ഒരു ഇപ്പൊ ക്യാപ്റ്റൻ ഓഫ് ആർസണൽ എന്നുള്ള രീതിയിൽ വരുമ്പോ? ആക്ച്വലി ഞാൻ പേഴ്സണലി ഭയങ്കര ആ ടൈമില് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു. വെച്ചാൽ നമുക്കൊരു ഫേസ് ഒക്കെ ആക്കാൻ പറ്റിയ ആളെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു പ്ലെയർ ആയിരുന്നു അന്നത്തെ ആ ടൈമിൽ, ആ ചെറിയ ടൈമിലൊക്കെ. പക്ഷെ ഇപ്പൊ നമ്മൾ തന്നെ നാളൊരു ഗ്രൂപ്പിൽ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു മോഡ്രിച്ച് പ്രൊഫൈലിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിരുന്നു. അപ്പൊ നമ്മള് ഒരു പക്ഷേ 2018 ക്രിസ്ത്യാനോ പോയ പോലെ 19 മോഡ്രിച്ച് പോകുമ്പോൾ ഒരു പക്ഷെ നമുക്ക് ഒഡ്ഗാർഡിനെ വെച്ച് റീപ്ലേസ് ചെയ്യാമായിരുന്നു, ക്ലബിന് അങ്ങനെ ചിന്തിക്കായിരുന്നു ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ക്വാളിറ്റി ബിലീവ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇങ്ങനത്തെ സൈനിങ്സ്, അതായത് നമ്മൾ കാസ്റ്റിലേക്ക് നമ്മുടെ ബി ടീമിലേക്ക് സൈൻ ചെയ്ത പ്ലേയേഴ്സ് ഒക്കെ ഇപ്പൊ നമ്മളെ ഫെഡെ ആയാലും വിനി ആയാലും റോഡ്രിഗോ ആയാലും ഇവരൊക്കെ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഒഡ്ഗാർഡ് ഒരു പക്ഷെ ഇവിടെ നിന്നിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് ഇപ്പോഴും പലപ്പോഴും ലാക്ക് ചെയ്യുന്ന ഒരു സംഭവം മിഡ്ഫീൽഡിൽ ഒന്ന് കുറച്ചുകൂടെ നിന്ന് കളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ മിഡ്ഫീൽഡിനെ കമാൻഡ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറെ ലാക്ക് നമുക്ക് നല്ലോണം ഉണ്ട്. അപ്പൊ ഒഡ്ഗാർഡിനെ പോലെ അവിടെ ഒരു കമാൻഡ് ചെയ്യാൻ പറ്റുന്നത്, കാരണം പുള്ളി 2008 ആ ഒരു ടൈം തൊട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു സീനിയർ പ്ലെയർ ആയിരുന്നു മിഡ്ഫീൽഡ്, ഫെഡെ വാൽവേർഡിനെയൊക്കെ പോലെ. അപ്പൊ അതൊരു പക്ഷെ അഡ്വാൻറ്റേജ് ചെയ്തേനെ. അപ്പൊ അങ്ങനെ ഒരു പ്ലെയർ ബട്ട് ലൈക്ക് ഭയങ്കര ഫീലിംഗ് വരാൻ മാത്രമുള്ള ഇമോഷൻ ആയിട്ട് പുള്ളി നമ്മുടെ മെയിൻ ടീമിൽ അങ്ങനെ കളിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് അത്ര വലിയൊരു ഇമോഷണൽ സംഭവമൊന്നുമില്ല ഒഡ്ഗാർഡ്. പുള്ളിക്ക് ടൈം കിട്ടി, പുള്ളി അത്യാവശ്യം പ്രൂവ് ചെയ്തു. ഈ സീസൺ ഡിപ്പാണെങ്കിൽ പോലും ആളുടെ കരിയർ അത്യാവശ്യം ബിൽഡ് ചെയ്തു. ലാസ്റ്റ് സീസണൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി കളിയായിരുന്നു. ഈ സീസണിൽ ഒരു ഇഞ്ചുറിയും ഒക്കെ അങ്ങനെ ഒരു ഡൗൺ വന്നതായിരിക്കും വിശ്വസിക്കുന്നു. ബട്ട് അതർവൈസ് എന്താ പറയുക, നമ്മുടെ ടീമിൽ നിന്നിരുന്നെങ്കിൽ നന്നായിരുന്നു ഇപ്പൊ തോന്നുന്ന ഒരു പ്ലെയറാണ് ഒഡ്ഗാർഡ്. യെസ്, ഡെഫിനറ്റ്ലി. ഈ ഞങ്ങൾക്ക് ഈ വരുന്ന മാച്ചില് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് നമ്മൾ മിഡ്ഫീൽഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത ഉള്ളത് ഒഡെഗാർഡിൽ നിന്നാണ്. ബട്ട് ഫോർ സം റീസൺ ഈ സീസൺ ഈസ് നോട്ട് അപ് ടു ആ ഒരു ലെവലിലല്ല. നമുക്കറിയാം നമ്മൾ അത്ര ഹൈ ലെവലിലാണ് ഒഡെഗാർഡ് ആൻഡ് സാക്ക എന്നുള്ള രീതിയിലാണ് എപ്പോഴും നമ്മൾ പറയുന്നത്. ബട്ട് ഇഞ്ചറീസ് കാരണം ഇഞ്ചറീസിന് ഒന്നും ചെയ്യാനും പറ്റില്ല. അഗൈൻ ജസ്റ്റ് ഗോയിങ് ത്രൂ അതർ ചാമ്പ്യൻസ് ലീഗ് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഓഫും കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ പതുക്കെ അവസാനിപ്പിക്കാം. ബയൺ നാളത്തെ മറ്റൊരു മത്സരമാണ് ബയൺ ഇന്റർ. അതോടൊപ്പം ബാഴ്സലോണ ഡോട്ട്മണ്ടും PSG ആസ്റ്റൺ വില്ല ബുധനാഴ്ചയാണ്. എന്താണ് PSG ആസ്റ്റൺ വില്ലയെ കുറിച്ചുള്ള ഒരു നിങ്ങളുടെ ഒരു ജനറൽ മാച്ചസ് അതിനെ കുറിച്ച് ഒരു
എന്താ അഭിപ്രായം ദീപക് ബ്രോ? അത് ഞാൻ പറഞ്ഞല്ലോ. കഴിഞ്ഞ ഇതിന്റെ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ സംസാരിച്ചത്. സോ ഈ പറയുന്ന ഒരു അണ്ടർ റേറ്റഡ് ഗെയിം ആയിട്ടാണ് ആ ഗെയിം എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. കാരണം PSG ആസ്റ്റൺ വില്ല റൈറ്റ് അവേ PSG ആണ് ചാൻസ് എന്നാൽ ആ ഒരു ഗെയിമിനെ കുറെ പേര് മീൻസ് ഭയങ്കര ഹൈലൈറ്റ് ചെയ്യുന്നില്ല. സോ ഇറ്റ്സ് ലൈക്ക് ആർസണൽ റയൽ മുന്നിൽ നിൽക്കുന്നു, ബാഴ്സ ഡോട്ട്മണ്ട് ഒരു സൈഡിൽ നിൽക്കുന്നു, ബയൺ ഇന്റർ നിൽക്കുമ്പം PSG ആസ്റ്റൺ വില്ല ഒരു ഗെയിമിന് സത്യം പറഞ്ഞാൽ ഈ 3 ഗെയിംസിന് കിട്ടുന്ന ഹൈപ്പ് ഇല്ല. ബട്ട് മേ ബി ഈ ക്വാർട്ടർ ഫൈനൽസിൽ ഏറ്റവും കൂടുതൽ കളി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടാൻ പോകുന്ന ഗെയിം അതായിരിക്കും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം വിത്ത് അറ്റാക്കിംഗ് ഫ്രണ്ട്സ് ഫോർ ആസ്റ്റൺ വില്ല, PSG-യുടെ അറ്റാക്ക് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ആൻ എൻഡ് ടു എൻഡ് ഗെയിം. രണ്ടും വെച്ച് നോക്കും, രണ്ടുപേരുടെ ഡിഫൻസിൽ എന്താവും എന്നാണ് ആ കളിയിൽ കാണുന്നത്. ബട്ട് പിന്നെ ഉനൈ എമറി ഹാസ് എക്സ്പീരിയൻസസ് ഇൻ ഈ ക്വാർട്ടർ ഫൈനൽ കപ്പ് ഗെയിംസിലുള്ളത്. സോ പക്ഷെ അപ്പുറത്ത് നിൽക്കുന്നത് ലൂയിസ് എൻറിക്കെയാണ്. അതാണ് അവിടെയാണ് ആ ടാക്ടിക്സിൽ അവരെന്ത് ചെയ്യുന്നതാണ്. പിന്നെ PSG-യുടെ ഫസ്റ്റ് ഹാഫ് പോലെ അല്ല ഇപ്പൊ അവര് കളിക്കുന്നത്. കാരണം ആർസണലിനെതിരെ PSG കളിച്ചപ്പോൾ PSG കളിച്ച പോലെ അല്ല ലിവർപൂൾ ആയിട്ട് കളിച്ച PSG. അത് നല്ല ഡിഫറൻസ് ഉണ്ട് ആ കളിയിൽ, നല്ല ചേഞ്ചസ് ഉണ്ട്. അത് മാത്രമല്ല ആസ്റ്റൺ വില്ലയ്ക്കും ചേഞ്ചസ് ഉണ്ട്. അതുപോലെ ഇൻകൺസിസ്റ്റന്റ് ആണ് ആസ്റ്റൺ വില്ല, പക്ഷെ ഏത് ദിവസം എന്ത് ചെയ്യുമെന്ന് അവർക്ക് ഒരു പിടുത്തമില്ല. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് ഗെയിം. അപ്പം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ PSG ആയിരിക്കും കയറുന്നത്, ബട്ട് ആസ്റ്റൺ വില്ല മൈറ്റ് ഗിവ് ദം എ ടഫ് ഫൈറ്റ്. റൈറ്റ്. അനീസ് ബ്രോ, ഏതാണ് ഇത് ഈ ആർസണൽ റയൽ മാഡ്രിഡ് അല്ലാതെ ഉറ്റു നോക്കുന്ന കളി ഏതാണ് മാച്ച്? ഞാന് ഇപ്പോ ദീപക് ബ്രോ പറഞ്ഞ ചില അഭിപ്രായങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട്. കാരണം ഞാനും ഒരു ഈസി മാച്ച് ആവുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതൊരു 80-20 എന്നുള്ള ലെവലിലൊക്കെയാണ് ഞാൻ റേറ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും ചില ഒരു പ്രോസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് ഒരു പ്രോപ്പർ ടാക്ടിക്സ് ആയിട്ടും വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ആസ്റ്റൺ വില്ലക്ക് ഒരു പെർട്ടിക്കുലർ മൊമെന്റിലെങ്കിലും ഹേർട്ട് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു കാരണവശാൽ ആ മാച്ച് ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിലോട്ട് പോയാൽ അതൊരു 50-50 അല്ലെങ്കിൽ ഒരു 60-40 മാച്ച് ആയിട്ട് ആസ്റ്റൺ വില്ലക്ക് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം എമിലിയാനോ മാർട്ടിനസിന്റെ ഒരു സാന്നിധ്യം, പുള്ളി അറിയാലോ, പുള്ളി നല്ലൊരു പെനാൽറ്റി ടേക്കറാണ്. പോരാത്തതിന് പുള്ളി നല്ലൊരു മെന്റാലിറ്റി കീപ്പ് ചെയ്യുന്ന ആളാണ്. പെനാൽറ്റിയില് പ്രത്യേക ഒരു മെന്റാലിറ്റി ഉള്ള ഒരു ഗോൾ കീപ്പറാണ് എമിലിയാനോ. ഇവൻ ഡൊണറുമ നല്ല പെനാൽറ്റി ടേക്കർ ആണ്. ഡൊണറുമ നല്ല സേവ് ചെയ്യും. പക്ഷെ എന്നിരുന്നാലും ഡൊണറുമക്ക് ഇല്ലാത്ത ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് എമിലിയാനോ മാർട്ടിനസിന് പെനാൽറ്റിയിലുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുന്ന സമയത്ത് പിന്നെ ഞാൻ വിചാരിക്കുന്നില്ല ഉനൈ എമറി ഓൾ ഔട്ട് അറ്റാക്ക് ചെയ്ത് അങ്ങോട്ട് പോയി ഗോൾ അടിച്ച് ആസ്റ്റൺ വില്ല ഒരു 5 ഗോളിന് ജയിക്കാനുള്ള ഒരു ടാക്ടിക്സ് ആയിട്ടൊന്നും വരുന്നു. എങ്ങനെയെങ്കിലും ഒരു ഡ്രോ അല്ലെങ്കിൽ ഒരു ഗോളിനൊക്കെ പിടിച്ചു തൂങ്ങാൻ പറ്റുന്ന ഒരു ടാക്ടിക്സ് ആയിട്ട് തന്നെ ഉനൈ എമറി വരുള്ളൂ. അപ്പൊ ആ ഒരു ലെവലിൽ നോക്കുന്ന സമയത്ത് ഒരു അഡ്വാൻറ്റേജ് PSG-ക്ക് എന്തായാലും ഉണ്ട്. അതിപ്പോ നമ്മള് ഒരു പ്ലേയേഴ്സിന്റെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും ഒരു നോക്കൌട്ട് മാച്ച് ആണ് എന്നുള്ളത് കൊണ്ടും ഇതേ ഉനൈ എമറി വില്ല റയലിനേറ്റും വന്നിട്ട് കഴിഞ്ഞ ബയൺ മ്യൂണിക്കിനെ നോക്കൌട്ട് ചെയ്തിട്ടുണ്ട് ക്വാർട്ടർ ഫൈനലിൽ. അങ്ങനത്തെ ഒരു പെർഫോമൻസ് അന്നും ബയൺ മ്യൂണിക്ക് നല്ല ക്ലിയർ ഫോമിൽ, അതായത് നെഗൽസ്മാന്റെ ബയൺ മ്യൂണിക്ക് ആയിരുന്നു, ആ ബയൺ മ്യൂണിക്കിനെ നോക്കൌട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് അത് വില്ലാറയലാണ്, ആസ്റ്റൺ വില്ല അത്രയും പോലും സ്കോഡ് ഇല്ലാത്ത ടീമാണ്. അപ്പൊ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഉനൈ എമറിക്ക് ചിലപ്പോൾ അത് സാധിച്ചൂടാ ഇല്ല. പുള്ളിയുടെ കയ്യിൽ എന്തെങ്കിലും ഒരു യൂറോപ്യൻ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പൊ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ടാക്ടിക്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ഈസി മാച്ച് എന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ബൈ പേപ്പറിലെ ഒരു അഡ്വാൻറ്റേജ് അതെന്തായാലും PSG-ക്ക് ഉണ്ട്. മെയിൻലി ആസ്റ്റൺ വില്ല PSG മത്സരം ഭയങ്കര എന്താ പറയാ എക്സൈറ്റ്മെന്റ്. ഞാൻ ഇന്റർ വേഴ്സസ് ബയേൺ അല്ലേ ഒരു ഗെയിം, അത് മുസിയാല ഇഞ്ചുറിയും കൂടെ ആയതുകൊണ്ട് അത് ചിലപ്പോ എന്താവും എന്നുള്ളത് ഇപ്പൊ ഭയങ്കര, കാരണം മുസിയാല വാസ് ബയേണിന്റെ ഒരു ക്രൂഷ്യൽ പ്ലെയർ ആയിരുന്നു. അപ്പൊ ആ ഒരു പ്ലെയർ ഇല്ലാത്തതുകൊണ്ട് അതെന്താ നമുക്ക് പറയാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ ഈ PSG വേഴ്സസ് ആസ്റ്റൺ വില്ല ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം ഇന്നലെ ഞങ്ങൾ പറയണ്ടേ, റയൽ മാഡ്രിഡ്ക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്പാനിഷ് മാനേജറാണ് ഉനൈ എമറി എന്ന് പറയുന്നത്. കാരണം ആളെ കയ്യിൽ മരുന്നുണ്ട് നമുക്കറിയാം. ഇപ്പോ 2021 തോന്നുന്നു യൂറോപ്പ ഫൈനല് യുണൈറ്റഡ് വേഴ്സസ് വില്ലാറയൽ, അതില് യുണൈറ്റഡിന് VR യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി ഇല്ലാണ്ടിരിക്കും. നേരെ മറിച്ച് VRL-ന് ഇത്രയും എക്സ്പീരിയൻസ് കുറവുള്ള VRL എന്നുള്ള രീതിയിൽ അന്ന് ആ കളി പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അടിപൊളിയായിട്ട് ജയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോ ബയണിനെ നോക്കൌട്ട് ചെയ്തത്, അതുപോലെ മറ്റേ ബാഴ്സലോണക്കെതിരെ ഫസ്റ്റ് ലെഗ് ജയിച്ചത് പണ്ട് അന്ന് PSG-യിൽ കോച്ചായിരുന്നപ്പോ. പക്ഷെ പിച്ച സെക്കൻഡില് അവരുടെ എക്സ്പീരിയൻസ് വെച്ചത് പോയി, കഴിഞ്ഞ നെയ്മർ ഒരു പ്രകടനം. പക്ഷെ ആള് ഭയങ്കര എന്താ പറയാ എക്സ്ട്രാ ഓർഡിനറി മാനേജറാണ്. ആളുടെ ഒരു ലെവൽ ഓഫ് സ്കോഡ് ഒക്കെ വെച്ച് ആൾ മാനേജ് ചെയ്യുന്നത്. അപ്പോ ഈസി വാക്ക് ഓവർ ആയിരിക്കത്തില്ല. ആൻഡ് ഓഫ് കോഴ്സ് PSG ക്ലിനിക്കൽ അല്ല. നമ്മൾ ലാസ്റ്റ് ഗെയിമിൽ അവർ എത്രത്തോളം കളിച്ചു എന്ന് പറഞ്ഞാൽ പോലും ലിവർപൂളിനെതിരെ അവർ വലിയ ക്ലിനിക്കൽ ആയിട്ടൊന്നും നല്ല അവർ പെർഫോം ചെയ്തായിരുന്നു. അപ്പോ
എമിലിയാനോ മാർട്ടിനസ് പോലെ കീപ്പറും കൂടെ വരുമ്പോ എന്നാ അലിസന്റെ ഒരു ഭീകര പെർഫോമൻസ് ഉണ്ടായിരുന്നു. ക്ലിനിക്കൽ എല്ലാം നമ്മൾ അതിന് പറയാൻ പറ്റില്ല, കാരണം അത് അലിസൺ ആ രീതിയിൽ ഒരു ഗോട്ട് പെർഫോമൻസ് നടത്തിയോണ്ടാണ്. അത് നമുക്ക് ക്ലിനിക്കൽ എന്നുള്ളത് പറയാൻ പറ്റൂല ആക്ച്വലി. അതെപ്പോഴും നമ്മൾ സ്ട്രൈക്കേഴ്സിനെ കുറ്റം പറയല്ലേ ചെയ്യാം, ഗോൾ കീപ്പേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യാറില്ലല്ലോ ഫുട്ബോളില്. അതുകൊണ്ട് അല്ല ലിറ്ററലി ഞാൻ പറഞ്ഞപ്പോ ഗോൾ കീപ്പറിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റി വിഷമിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരിക്കും. കാരണം അവർക്ക് ജീവൻ കൊടുത്ത് ചെയ്ത ദഹേനെ അവർ കുറ്റം പറഞ്ഞ കാലങ്ങളുണ്ട്. ഇപ്പൊ അവർക്ക് അതിന്റെ വിഷമം മനസ്സിലാവുന്നുണ്ട്. സോ നമ്മളത് ഫുട്ബോളിൽ അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഗോൾ കീപ്പേഴ്സിന് നമ്മൾ ഇത് ചെയ്യാത്തതേ ഭയങ്കര ഇതാ. അപ്പോ ആ ഒരു രീതിയിൽ നോക്കുമ്പോ അവര് ക്ലിനിക്കൽ അല്ലെങ്കിൽ ഒരു പക്ഷേ എന്താ പറയാ, കാരണം നല്ല ഡിഫെൻസീവ് ആയിട്ട് കളിക്കുകയാണെങ്കിൽ കുറച്ച് ചാൻസേ കിട്ടുള്ളൂ. ആ കിട്ടുന്ന ചാൻസ് എന്തായാലും PSG കൺവേർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ PSG ബട്ട് ലൈക്ക് അഡ്വാൻറ്റേജ് PSG ആണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് വിൽ ബി ആൻ ഇൻട്രസ്റ്റിംഗ് ഗെയിം. പ്രത്യേകിച്ച് ലാസ്റ്റ് ഇത് അർസനൽ വേഴ്സസ് റയൽ കഴിഞ്ഞ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം ആയിരിക്കും. ഡെഫിനറ്റ്ലി. അപ്പം എന്തായാലും നമ്മൾ നല്ലൊരു അടിപൊളി ഡിസ്കഷൻ ആയിരുന്നു. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ് ഈ സ്ട്രീമിൽ. എനിക്കറിയാം നാട്ടില് അല്പം വൈകി എന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ആൻഡ് മേ ദ ബെസ്റ്റ് ടീം വിൻ. അത് കഴിഞ്ഞ് നമുക്ക് മറ്റ് ഒരു സെക്കൻഡ് ലെഗ് വരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒന്നുകൂടെ നമുക്ക് കൂടാം. അപ്പം യെസ്, താങ്ക് യു അനീസ് ബ്രോ, താങ്ക് യു ആൻവി ബ്രോ, താങ്ക് യു ദീപക് ബ്രോ ഫോർ ജോയിനിങ് ദ സ്ട്രീം. അപ്പം യെസ്, ഓക്കെ. അപ്പം താങ്ക് യു ഗൈസ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർസണൽ റയൽ മാഡ്രിഡ് ആണ്, ഒരു ബിഗ് ഫിക്സർ ആണ്. ആൻഡ് ലെറ്റ് ദ ബെസ്റ്റ് ടീം വിൻ എന്ന് തന്നെ പറയാം. അപ്പം കമോൺ യു ഗണേഴ്സ്. അപ്പം നമുക്ക് ഇനി സെക്കൻഡ് ലെഗിന്റെ വീഡിയോ ആയിട്ട് വരാം. ബൈ.